ഹായ് മക്കൾസ്, വെൽക്കം ബാക്ക് ടു NVD ക്ലാസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ആ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള കപ്പാസിറ്റൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കപ്പാസിറ്റൻസ് എന്താണെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്താണെന്ന് പറഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ് പറഞ്ഞത്, സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ, കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എനർജി എന്താണെന്നുള്ളത്. അപ്പോൾ എന്താണ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ എന്ന് വെച്ചാൽ, ദ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ഈസ് ദ വർക്ക് ഡൺ ടു സ്റ്റോർ ചാർജ്. നമുക്കറിയാം കപ്പാസിറ്ററിൻ്റെ പരിപാടി എന്താണ്, ചാർജിനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ചാർജിനെ സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. അപ്പോൾ നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു W/Q പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഇവിടെ കിട്ടിയല്ലോ, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, V/Q എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ വർക്ക് ഡൺ നമ്മൾ കണ്ടെത്തണം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, നമുക്ക് ഈ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം കപ്പാസിറ്ററിൻ്റെ അകത്ത് ചാർജ് സ്മോൾ എമൗണ്ട് ആയിട്ടാണ് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുക. കുറച്ചാണ് എന്ത് ചെയ്യുക, ചാർജിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു പോയിന്റ് അവിടെ എഴുതണം. ഇൻ കപ്പാസിറ്റർ ദ ചാർജ് സ്റ്റോർഡ് ഈസ് വെരി സ്മോൾ എമൗണ്ട് അറ്റ് എ ടൈം. ഒരു ടൈമിൽ സ്മോൾ എമൗണ്ട് ആണ് ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കുക. സോ the work done is also small. അപ്പോൾ വർക്ക് ഡൺ എന്താവും, സ്മോൾ ആവും. ഓക്കെ അല്ലേ? അപ്പോൾ ചാർജിന് സ്മോൾ എമൗണ്ട് ആയിക്കഴിഞ്ഞാൽ വർക്ക് ഡൺ എന്തായിരിക്കും, സ്മോൾ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ചാർജ് എന്താ വരിക, ചാർജ് DQ എന്നാണ് വരിക. അതേപോലെ തന്നെ വർക്ക് ഡൺ എന്താ വരിക, DW ആണ് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും, DW is equal to VDQ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വർക്ക് ഡൺ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം, ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ വശത്തും ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, ഈ വശത്തും ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഈ വശത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. ആ വർക്ക് ഡൺ ആണ് നമ്മുടെ എന്ത്, U. അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻറ്റഗ്രേഷന് ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഇവിടെയും ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ W is equal to ഇൻറ്റഗ്രൽ VDQ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? കപ്പാസിറ്റൻസിന് ഇക്വേഷൻ അറിയാം, കപ്പാസിറ്റൻസ് C is equal to Q/V ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് V കിട്ടുമല്ലോ. V is equal to, ഞാനിവിടെ DQ സ്മോൾ Q ആണ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ സ്മോൾ Q ഉപയോഗിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ V എന്താ വരിക, V is equal to Q/C. അപ്പോൾ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ W is equal to ഇൻറ്റഗ്രൽ, ലിമിറ്റ്സ് ഉണ്ടാവും കേട്ടോ. ലിമിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 0 ആയിരുന്നു ചാർജ്, പിന്നെ ചാർജ് ഫുള്ളായി. അപ്പോൾ ഞാൻ ലിമിറ്റഡ് ആണ് 0 to Q. അതേപോലെ ഇവിടെ ലിമിറ്റ് ഉണ്ടാവും. W is equal to ഇൻറ്റഗ്രൽ 0 to Q. V എന്താണ്, Q/C DQ. ഓക്കെ അല്ലേ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഈ C കോൺസ്റ്റന്റ് ആണ്, നമ്മൾ ഉപയോഗിക്കുന്ന കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആ 1/C നിങ്ങൾക്ക് പുറത്തെടുക്കാം. അപ്പോൾ W is equal to ഇങ്ങനെ വരും, W is equal to 1/C ഇൻറ്റഗ്രൽ 0 to Q DQ എന്ന് വരും. ഓക്കെ അല്ലേ? ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, Q⁻1 ആണ് പഠിച്ചിട്ടുണ്ട്. ഇൻറ്റഗ്രൽ x⁻n dx എന്ന് പറഞ്ഞാൽ എന്താണ്, x⁻n+1/n+1 ആണ്. അപ്പോൾ ഇവിടുത്തെ എത്രയാണ്, Q ആണ് n പകരം. അപ്പോൾ ഇൻറ്റഗ്രൽ Q⁻1 dQ ആണ്. അപ്പോൾ എന്താ വരിക, Q⁻1+1/1+1 അഥവാ Q²/2. അപ്പോൾ അത് കിട്ടി, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ W is equal to, ആ ഇൻറ്റഗ്രേഷൻ സോൾവ് ചെയ്തു, 1/C ഉണ്ടാവും. അകത്ത് എന്താ ഉണ്ടാവുക, Q²/2. ലിമിറ്റ്സ് ഉണ്ടാവും 0 to Q, ക്യാപിറ്റൽ Q. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്മോൾ ക്യൂന് ക്യാപിറ്റൽ Q കൊടുക്കുക, മൈനസ് സ്മോൾ ക്യൂന് 0 കൊടുക്കുക. അപ്പോൾ 0 എടുത്താൽ 0 ആയി പോകും. അപ്പോൾ എന്താ വരിക, W is equal to എന്താ വരിക, പറയൂ, 1/C ഇൻറ്റു ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, Q²/2 എന്ന് വരും. റെഡി അല്ലേ? ഇതെന്താ വരിക, വിച്ച് ഈസ് ഈക്വൽ ടു Q²/2C എന്ന് വരും. ഈ Q² എടുക്കുന്നത് 0 ആയിപ്പോൾ ഈ 2C താഴ്ത്തുണ്ടാവും. അപ്പോൾ നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷനായി, പൊട്ടൻഷ്യൽ എനർജി സ്റ്റോറിൻ്റെ ഇക്വേഷനായി U is equal to Q²/2C. ഇതാണ് നമ്മുടെ എന്ത്, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ. Q ചാർജ് ആണ്, C കപ്പാസിറ്റൻസ് ആണ്, U ആണ് എന്ത്, എനർജി സ്റ്റോർഡ്. ഈ ഇക്വേഷൻ നമുക്ക് വേറെ രീതിയിൽ എഴുതാം.
പ്രോബ്ലത്തിനനുസരിച്ച് നമ്മൾ ഇക്വേഷൻ മാറ്റേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കറിയാം C is equal to Q divided by V ആണ് അല്ലേ, റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ സിക്ക് പകരം Q by V കൊടുക്കാം. അപ്പോൾ ഈ ഇക്വേഷനോട് മോഡിഫൈ ചെയ്താൽ U is equal to Q divided by 2 into Q by C. ഇത് Q സ്ക്വയറിൻ്റെ റെഡി അല്ലേ? ഈ ക്യൂവും ഈ ക്യൂവും വെട്ടാം, മുകളിൽ 2 Q താഴത്തൊരു Q, ഈ C നേരെ മുകളിലേക്ക് പോയി. അപ്പോൾ എന്തായി? U is equal to എന്ത് വന്നു? ഹാഫ് ക്യു സി എന്ന് വരും. QC ഇത് മറ്റൊരു ഇക്വേഷനാണ്. കപ്പാസിറ്റൻസിൻ്റെ തന്നെ മറ്റല്ല, ഒരു സെക്കൻഡ്, C അല്ലല്ലോ, Q by V അല്ലേ? V ഇവിടെ V ആണ്, ഇവിടെ V ആവും, QV. U is equal to ഹാഫ് QV. അത് മറ്റൊരു ഇക്വേഷനാണ്. എന്ത്? എനർജി സ്റ്റോറിൻ്റെ. ഇനി നമുക്കറിയാം ഇവിടെ Q എനിക്ക് കിട്ടും. Q എന്താണ്? Q is equal to CV. ആ CVയും എനിക്ക് ഇവിടെ കൊടുക്കാമല്ലോ, ഈ ഇക്വേഷൻ്റെ അകത്തുള്ള Qന് കൊടുക്കാമല്ലോ. അപ്പോൾ എന്താ വരിക? അവിടെ ഞാൻ കൊടുക്കുന്ന Q ആണ്. അപ്പോൾ എന്താ വരിക? U is equal to Qന് എന്ത് കൊടുക്കുക? C കൊടുക്കുക. അപ്പോൾ CV ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2C എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ അതെന്താ വരിക? വിച്ച് ഈസ് ഈക്വൽ ടു C സ്ക്വയർ V സ്ക്വയർ ബൈ 2C എന്ന് വരും. ഈ സിയും വെട്ടാം. അപ്പോൾ വേറൊരു ഇക്വേഷൻ കിട്ടി. U is equal to ഹാഫ് CV സ്ക്വയർ എന്ന് കിട്ടും. ഇത് മറ്റൊരു ഇക്വേഷനാണ്. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ ഇക്വേഷനാണ്? എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്ററിൻ്റെ ഇക്വേഷനാണ്. ഈ 3 ഇക്വേഷനുകളും പ്രോബ്ലത്തിൽ നമുക്ക് ആവശ്യം വരും. കാരണം നമുക്ക് തന്നിരിക്കുന്ന എനർജി സ്റ്റോർഡ് ഏത് കോമ്പോയിലാണോ തന്നിട്ടില്ല, C Qയും Vയും ആണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക, Cയും V ആണെങ്കിൽ ഇക്വേഷൻ, Qയും C ആണെങ്കിൽ ഇക്വേഷൻ ഉപയോഗിക്കുക. അങ്ങനെ 3 കാര്യത്തിൽ എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട്. 3 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. സോ ഇതാണ് നമ്മുടെ എന്ത്? എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്റർ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിൻ്റെ എനർജി ഡെൻസിറ്റിയാണ്. ഒരു കപ്പാസിറ്ററിൻ്റെ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കപ്പാസിറ്ററിൻ്റെ അകത്ത് എത്ര യൂണിറ്റ് വോളിയത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള എനർജി, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ. എന്ന് വെച്ചാൽ ഒരു കപ്പാസിറ്ററിൻ്റെ അകത്ത് എത്ര എനർജി യൂണിറ്റ് വോളിയത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? എനർജി ഡെൻസിറ്റി എന്ന് പറയും. അപ്പോൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ എഴുതും: എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ഇൻ എ കപ്പാസിറ്റർ ഈസ് കോൾഡ് എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ. അത് നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം എന്താണ് അതിൻ്റെ ഇക്വേഷൻ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കുകയാണ്. U is equal to ഹാഫ് CV സ്ക്വയർ എന്ന ഇക്വേഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഉപയോഗിക്കുകയാണ്. C എന്താണ്? കപ്പാസിറ്റൻസ് ആണ്. V എന്താണ്? പൊട്ടൻഷ്യലാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? C is equal to A epsilon 0 divided by D അല്ലേ? A epsilon 0 divided by D ആണെന്ത്? കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ. V എന്താണ്? പൊട്ടൻഷ്യലാണ്. പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താണ്? V is equal to E into D. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണെന്ത്? പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ. അത് നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ വരിക? U is equal to ഹാഫ് സീന് അത് പകരം അത് കൊടുക്കുക A epsilon 0 divided by D ഇൻറ്റു ഇതിന് സ്ഥലത്ത് വിക്ക് എന്ത് കൊടുക്കുക? ED ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് സ്ക്വയർ ഉണ്ടാവും, ഇതിന് സ്ക്വയർ ഉണ്ടാവും. അപ്പോൾ U is equal to ഹാഫ് A epsilon 0 divided by D E സ്ക്വയർ D സ്ക്വയർ എന്നുണ്ടാവും. ഓക്കെ അല്ലേ? ഈ ഡിയും ഈ മുകളിലുള്ള 2 ഡിയിലും ഒന്നും വെട്ടിപ്പോയി. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തതാണ്. ഈ എനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാണ്, എന്നിട്ട് ബാക്കിയുള്ളത് അതുപോലെ തന്നെ എഴുതാണ്. അപ്പോൾ U is equal to ഹാഫ് epsilon 0 E സ്ക്വയർ, ഈ എനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക, A ഇൻറ്റു D. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ A എന്താണ്? ഏരിയ ഓഫ് ദി പ്ലേറ്റ് ആണ്. D എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം വോളിയം ഈസ് ഈക്വൽ ടു വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് എഴുതി കൂടെ. അപ്പോൾ അതിൽ ഈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്താണ്? ഏരിയ ആണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ വോളിയത്തിനെ ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് എഴുതാം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലെങ്ത്. എനിക്ക് വേണമെങ്കിൽ B ഇൻറ്റു Hനെയും ഏരിയ എന്ന് എഴുതാം, എന്നിട്ട് Lനെ മാറ്റി നിർത്താം. അല്ലെങ്കിൽ L ഇൻറ്റു Hനെ A എന്ന് എഴുതാം, എന്നിട്ട് Bനെ മാറ്റി നിർത്താം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ലെങ്ത്തിൻ്റെ സ്ഥലത്ത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് D ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് വോളിയം V is equal to A ഇൻറ്റു D എന്ന് എഴുതാം. അപ്പോൾ എനിക്ക് A ഇൻറ്റു Dന്ന് എന്ത് എഴുതാം? V എന്ന് എഴുതാം. അപ്പോൾ U is equal to ഹാഫ് E സ്ക്വയർ ഇൻറ്റു V എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഈ വിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്താ വരിക? U ഡിവൈഡഡ് ബൈ V ഈസ് ഈക്വൽ ടു ഹാഫ്
ε0 E സ്ക്വയർ എന്ന് എഴുതാം. ഇതെന്താണ് U/V, എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം അല്ലേ. എനർജി സ്റ്റോർഡ് പെർ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, യു എന്ന് പറയുക, സ്മോൾ യു. ഇതാണ് നമ്മുടെ എന്ത്, എനർജി ഡെൻസിറ്റി. അപ്പോൾ U = ½ ε0 E സ്ക്വയർ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, എനർജി ഡെൻസിറ്റി. ഇതാണ് നമ്മുടെ എന്ത്, എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് എന്ത്, വോളിയം. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഏരിയ ഇൻറ്റു ഡി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, വോളിയം എഴുതി. അങ്ങനെയാണ് നമ്മൾ ഇതിനെ എന്താക്കി മാറ്റിയത്, വി. വീനെ പുറത്തേക്ക് കൊണ്ടുവരിക, U/V, നമ്മളെ ഫൈനൽ ഇക്വേഷൻ എത്തി. ഇതാണ് നമ്മുടെ എന്തിൻ്റെ ഇക്വേഷൻ, എനർജി ഡെൻസിറ്റി ഓഫ് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ. സെറ്റ് അല്ലേ, ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് QV ഗ്രാഫ് ഓഫ് എ കപ്പാസിറ്റർ. കപ്പാസിറ്ററിൻ്റെ QV ഗ്രാഫ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇത് X ആണ്, ഇത് Y ആണ്. Xൽ ഞാൻ എന്ത് കൊടുക്കുകയാണ്, V കൊടുക്കുകയാണ്. Yയിൽ ഞാൻ എന്ത് കൊടുക്കുകയാണ്, Q കൊടുക്കുകയാണ്. അപ്പോൾ ഈ Qയും Vയും പ്രൊപ്പോർഷണലാണ്. നിങ്ങൾക്കറിയാം Q ഈസ് പ്രൊപ്പോർഷണൽ ടു V. ആ കപ്പാസിറ്റൻസ് പഠിക്കുമ്പോൾ നമ്മളത് ഡിറൈവ് ചെയ്തിട്ട് അല്ലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും വരും, ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഏരിയ എന്ന് വേണ്ടത് വെക്കുക. അതാണ് ഏരിയ എന്ന് ചോദിച്ചോ, ഇതാണ് ഏരിയ. അപ്പോൾ ഈ ഭാഗം എന്താണ്, V ആണ്. ഈ ഭാഗം എന്താണ്, Q ആണ്. Q അല്ലേ, ഞാൻ ജനറലി Qയും V എന്ന് വിളിച്ച്. ഞാൻ ഏരിയ എന്ന് എടുക്കുക, ഏരിയ ഓഫ് ട്രയാങ്കിൾ ½ BH അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു B എന്താണ്, അടുത്തതാണ് V, ഇത് Q അല്ലേ, ഹൈറ്റ് Q അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, വിച്ച് ഈസ് ഈക്വൽ ടു ½ QV എന്ന് എഴുതാം. ഏറ്റവും വലിയ കണ്ടിട്ടാ ½ QV. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് U ആണത്, എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്ററാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, ഏരിയ ഓഫ് QV ഗ്രാഫ് നമുക്ക് എന്താ കിട്ടുക, എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്ററാണ് തരിക. അപ്പോൾ ഞാനത് അവിടെ എഴുതുകയാണ്, ഏരിയ ഓഫ് QV ഗ്രാഫ് ഗിവ്സ് എന്താണ് തരിക, എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ. ഏരിയ എന്നുള്ളത് കൃത്യമായിട്ട്, ഏരിയ ഓഫ് QV ഗ്രാഫ് ഗിവ്സ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. U എന്ന് പറഞ്ഞാൽ എന്താണ്, എനർജി സ്റ്റോർഡാണ്. ക്ലിയർ അല്ലേ, അതൊരു കാര്യം. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ഗ്രാഫിൽ ഞാൻ വീണ്ടും എടുക്കുകയാണ്. ഇത് V, ഇത് Q, സ്ട്രൈറ്റ് ലൈൻ ആണ്. ഇത്തവണ ഞാൻ കണ്ടെടുക്കുന്ന സ്ലോപ്പാണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾ വരയ്ക്കുക, ഒരു ചെറിയ ട്രയാങ്കിൾ വരയ്ക്കുക. സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താ, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 ആണ്. ഇവിടെ y ക്ക് പകരം Q ആണ്. അപ്പോൾ ഈ ഭാഗം എന്താണ്, Q2 - Q1 എഴുതാം. ഇതെന്താണ്, V2 - V1 എഴുതാം. ഈ Q2 - Q1 ഞാൻ Q1 എന്ത് ചെയ്യുക, ജനറലി Q എന്ന് വിളിക്കുകയാണ്. ഇത് ഞാൻ എന്താ വിളിക്കുക, ജനറലി V എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അതിന് സ്ലോപ്പ് എന്താ വരിക, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു Q2 - Q1 ഡിവൈഡഡ് ബൈ V2 - V1. ഇതിന് എനിക്ക് എന്ത് എഴുതാൻ പറ്റും, Q ഡിവൈഡഡ് ബൈ V. Q ഡിവൈഡഡ് ബൈ V എന്താ ശരിക്കും, C ആണ്, കപ്പാസിറ്റൻസ് ആണ്. C എന്താണ്, കപ്പാസിറ്റൻസ് ആണ്. അപ്പോൾ അതിനർത്ഥം എന്താ, സ്ലോപ്പ് ഓഫ് QV ഗ്രാഫ് നമുക്ക് എന്താ തരിക, കപ്പാസിറ്റൻസ് ആണ് തരിക. അപ്പോൾ ഞാൻ ഇതാണ് സ്ലോപ്പ് ഓഫ് QV ഗ്രാഫ് ഗീവ്സ് എന്താണ്, കപ്പാസിറ്റൻസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിൻ്റാണ്. ഇത് വെച്ചിട്ട് ഗ്രാഫൊക്കെ തന്നിട്ട് ചിലപ്പോൾ ഏരിയ ഒക്കെ കണ്ടിട്ട് എനർജി സ്റ്റോർഡൊക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്, ചിലപ്പോൾ സ്ലോപ്പൊക്കെ കാണാൻ തരാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പറഞ്ഞത് 2 കാര്യമാണ് പറഞ്ഞത്. ഒന്നെന്താണ്, QV ഗ്രാഫിൻ്റെ ഏരിയ നമുക്ക് എന്താ തരിക, എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്ററാണ് തരുന്നതെങ്കിൽ സ്ലോപ്പ് നമുക്ക് എന്താ തരിക, QV ഗ്രാഫിൻ്റെ കപ്പാസിറ്റൻസ് ആണ് തരിക. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗത്തോടു കൂടി ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു വീഡിയോ എന്ത് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും നന്നായിട്ട് നോട്ട് എഴുതിയിട്ട് സാധനം സെറ്റാക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ബൈ.